നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് ദിവസം തന്നെ ശശി തരൂർ നടത്തിയ പ്രസ്താവന കോൺഗ്രസിലെ പല നേതാക്കൾക്കും അതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉദ്ദേശിക്കുന്നില്ല. ശശി തരൂർ തന്നെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പരിഭവം പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെയ്തത് പാർട്ടി താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് മറുപടി നൽകുകയായിരുന്നു. തന്നെ ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ പറയുന്നത് ശശി തരൂരിന്റെ തിരക്കുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്, AICCക്ക് കൊടുത്തതാണ്, അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതാണ്. അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു. ഹി വാസ് അതർവൈസ് ബിസി ഐ തിങ്ക് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട മറ്റു ഉത്തരവാദിത്തങ്ങളുമായിട്ട് അദ്ദേഹം വിദേശത്തായിരുന്നു. പരസ്യ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വേണ്ട എന്നാണ് നേതാക്കൾക്കിടയിലെ ഒരു പൊതുധാരണ എങ്കിൽ കൂടിയും ശശി തരൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശത്തായിരുന്നു, അദ്ദേഹം നാട്ടിലുണ്ടാകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമാണ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പറ്റാത്തതിന് പിന്നിലുള്ള മറ്റൊരു കാരണമായി നേതാക്കളിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. കേരളത്തിൽ അധികമായിട്ട് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇപ്പൊ പാലക്കാടൊക്കെ അദ്ദേഹം എന്നേക്കാൾ ആദ്യം ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. കേന്ദ്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പ്രസ്താവനകളെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയുള്ള മാറ്റമാണ് ശശി തരൂരിൽ കാണുന്നതെന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി വ്യതിയാനം ഉണ്ടാവണമെന്ന് നിശ്ചയത്തോടെ ഉള്ള മാറ്റമാണ് നമ്മൾ കാണുന്നത്. തരൂരിൽ കാണുന്നത് കോൺഗ്രസ് ലൈൻ വിടണമെന്നുള്ള സൂചന കൂടി ഉണ്ടല്ലോ അതിനകത്ത്. അത് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തോട് കോൺഗ്രസിനുള്ളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിട്ടോളൂ എന്ന് പറയുന്ന സൂചന കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. വോട്ടെടുപ്പ് ദിവസം പരിഭവം പറഞ്ഞെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ശശി തരൂർ. ഇന്നലെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി, ഇന്ന് വിദേശത്തേക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മാത്രമേ ശശി തരൂർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തൂ.